ഇപ്പം തന്നെ പറഞ്ഞുതരാം, ഷുഗർ ഉള്ളവർ ആരും ഇത് കാണാൻ നിൽക്കണ്ട. ഞാൻ മധുരം കഴിക്കണ ഒരു കടയിലേക്കാണ് കേട്ടോ പോണത്. മധുരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് മധുരം. കഴിച്ചു കഴിഞ്ഞാൽ മത്താവുന്ന മധുരം കേട്ടോ. മൈസൂരിലെത്തിയ പിന്നെ നമ്മളെങ്ങനെ മൈസൂർ പാക്ക് കഴിക്കാണ്ട് പോരുന്നത് അല്ലേ? സാധനം ചെറുതാണെങ്കിൽ ഇതിന് വലിയൊരു ചരിത്രം ഉണ്ട് കേട്ടോ. 1935 നൽവാടി കൃഷ്ണരാജാവിന് ഒരു മധുരം കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ രാജാവിൻ്റെ ഷെഫായിട്ടുള്ള കക്കാസുര മാടപ്പ എന്ന് പറയുന്ന ഒരാൾ ഒരു ഡിഷ് ഉണ്ടാക്കി രാജാവിനത് കൊടുത്തു. രാജാവിനത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. രാജാവ് അതിന് മൈസൂർ പാക്ക് എന്നുള്ളൊരു പേരിടുകയും ചെയ്തു. രാജാവിൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലായിടത്തും അറിയാൻ തുടങ്ങി കേട്ടോ. ഇവിടെ മൈസൂർ പാക്ക് മാത്രമൊന്നുമല്ല കേട്ടോ സെയിൽ ചെയ്യുന്നുണ്ട്. ബൂന്തി, സോൾട്ടി ഐറ്റംസ്, ബർഫീസ്, ലഡ്ഡു, പേട, സോന പാപ്പടി, ബാദുഷ, ജലേബി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെവിടെ നിർത്തി? അതെ, രാജാവിൻ്റെ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു, 1936 ഒരു ഷോപ്പ് തന്നെ ഇടാൻ തീരുമാനിച്ചു കേട്ടോ. ഷോപ്പ് വൻ സക്സസ് ആയതുകൊണ്ട് തന്നെ തലമുറകളായിട്ട് കൈമാറി വന്നു. 1954 ഗുരു സ്വീറ്റ് മാർട്ട് ബസ്വണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഷോപ്പിലുള്ളവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് കേട്ടോ. 3 ടൈപ്പ് മൈസൂർ പാക്ക് ഉണ്ട് കേട്ടോ. ഓർഡിനറി ഉണ്ട്, സ്പെഷ്യലും ഉണ്ട്, മിൽക്ക് മൈസൂർ പാക്ക് ഉണ്ട്. മിൽക്ക് മൈസൂർ പാക്കിനാണ് ഏറ്റവും വില കൂടുതൽ, 600 രൂപയാണ് കേട്ടോ. നമ്മൾ രാജാവ് കഴിച്ചത് തന്നെ കഴിക്കണമല്ലോ, അങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ മൈസൂർ പാക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. 15 ദിവസം വരെ പുറത്ത് വെച്ചാലും കേടാവില്ല എന്നാട്ടോ അവർ പറഞ്ഞത്. അതിന് 15 ദിവസം നിന്നിട്ട് വേണ്ടല്ലേ. ഇത് ഈ പാക്കല്ലേ. മൈസൂരിലെത്തിയാൽ മസ്റ്റ് ട്രൈ ആണ് ഇത്. കഴിച്ച് കഴിഞ്ഞാൽ നിർത്താൻ കഴിയില്ല കേട്ടോ, മധുരം ഇഷ്ടമുള്ളവർക്ക്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഷുഗർ പേഷ്യൻ്റ് ഒന്നും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഫോളോ ഫോർ മോർ. ബൈ.